പ്രിയപ്പെട്ടവരെ, ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കെ-ഫോൺ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നാണ് കെ-ഫോൺ, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്ന പദ്ധതി. കേരളത്തിൽ 30,000 കിലോമീറ്ററോളം ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ വിരിച്ച് കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും എത്തുന്ന സംവിധാനമായ KSEB-യുമായി സർക്കാർ കണ്ണിച്ചേർന്ന് കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം ആരംഭിച്ച് നടപ്പിലാക്കപ്പെട്ട പദ്ധതിയാണത്. 2017 ആരംഭിച്ച് 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതി വഴി 20 ലക്ഷത്തോളം വരുന്ന BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ലഭ്യമാക്കുകയും 30,000-ഓളം വരുന്ന സർക്കാർ സംവിധാനങ്ങളിലേക്ക് ഇന്റർനെറ്റ് ലഭ്യമാക്കുകയും മറ്റ് സാധാരണ ജനവിഭാഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ പ്രൈവറ്റ് കമ്പനികളോട് കോമ്പീറ്റ് ചെയ്യപ്പെട്ട നിലയിലേക്ക് ഇന്റർനെറ്റ് ലഭ്യമാക്കുകയും ചെയ്ത പദ്ധതിയായിട്ടാണ് കെ-ഫോൺ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. ആ കെ-ഫോണിനാണ് ഇവിടെ സ്വകാര്യവൽക്കരണത്തിന്റെ നീക്കം നടക്കുന്നത് എന്നുള്ളതാണ്. 1028 കോടി രൂപയാണ് സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മുടക്കുമുതലായി പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഏകദേശം 1500 കോടി രൂപയോളമാണ് ചെലവ് വന്നിട്ടുള്ളത്. ആ ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിന്റെ വരുമാനം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 66 കോടി രൂപ വരുമാനമുള്ളതായി കാണാൻ കഴിയും. 66 കോടി രൂപ വരുമാനമുള്ളപ്പോൾ 20 കോടി രൂപ അതിന്റെ പ്രവർത്തന ലാഭമായി ആ സാമ്പത്തിക വർഷം രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് തൊട്ടടുത്ത സാമ്പത്തിക വർഷം ആ കെ-ഫോൺ പ്രതീക്ഷിച്ച വരുമാനം എന്ന് പറയുന്നത്, ടാർഗറ്റ് ചെയ്യപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് 175 കോടി രൂപയാണ്. ഈ കണക്കുകൾ മാത്രം വെച്ചാൽ പോലും കേവലം വരുന്ന 20 വർഷത്തിന് താഴെ ഇതിന്റെ മുടക്കുമുതൽ വരുമാനത്തിലൂടെ ഇത് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇങ്ങനൊരു പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ലഭ്യമാവുക വഴി ഇന്ത്യ രാജ്യത്തു തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച ഇന്റർനെറ്റ് പൗരാവകാശം എന്നുള്ള പ്രഖ്യാപനം യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. ഇത് സ്വകാര്യവൽക്കരിക്കുന്നതോടുകൂടി നമുക്കറിയാം ഒരു കാരണവശാലും പ്രൈവറ്റൈസേഷന്റെ ഭാഗമായി BPL കുടുംബങ്ങൾക്ക് ഈ പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരും. നമ്മുടെ സംസ്ഥാന സർക്കാരിനും കെ-ഫോണിനുമുള്ള പ്രധാനപ്പെട്ട വരുമാനം വെറും സ്വകാര്യ ഉപഭോക്താക്കൾക്ക് കൊടുക്കുക വഴിയുള്ള മെച്ചം മാത്രമല്ല, ലീസ്ഡ് ലൈൻ എന്ന് പറയുന്നതിലൂടെ കിട്ടുന്ന വരുമാനം, ഡാർക്ക് ഫൈബർ വാടക എന്ന് പറയുന്നതിലൂടെ കിട്ടുന്ന വരുമാനം. ഡാർക്ക് ഫൈബർ വാടക എന്ന് ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിക് കേബിളിനകത്തെ ഒരൊറ്റ ലൈൻ പ്രകാശം കടത്തിവിടാതെ ഒരു സ്വകാര്യ ISP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് വാടക കൊടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനമാണ്. അതുപോലെ തന്നെ ലീസ്ഡ് ലൈൻ എന്ന് പറയുന്നത് 24 മണിക്കൂറും ഒരേ അളവിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന, ഒരു ഏറ്റക്കുറച്ചിലും ഇല്ലാതെ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് കിട്ടുന്ന വരുമാനമാണ്. ഈ 3 വരുമാനം കൂടി കൂട്ടുമ്പോൾ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളപ്പോഴാണ് ഇത് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇത് എതിർക്കപ്പെടേണ്ട ഒന്നാണ്. ഇന്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റിനെ പുറകോട്ടടിപ്പിക്കുന്ന തീരുമാനമാണ് എന്നുള്ളത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.